മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് നടപടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരം ശേഖരിച്ചു. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, കുറച്ചധികം വർഷങ്ങളായി ഇതിന് പിന്നാലെ ഉള്ള കാര്യങ്ങൾ, മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? വിശദാംശങ്ങൾ എന്താണ്? ഹരി, ഈ വ്യക്തികൾക്കോ ഒരു വിഭാഗം ആളുകൾക്കോ തന്റെ കൈവശമുള്ള വന്യജീവി ഉൽപ്പന്നങ്ങളുടെ ശേഖരം അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു, അതായത് ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തങ്ങളുടെ കൈവശമുള്ള ഇത്തരത്തിൽ ആനക്കൊമ്പായിക്കോട്ടെ, പുലിപ്പല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതാണ് ഇപ്പോൾ മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തന്റെ കൈവശമുള്ള 2 ജോഡി ആനക്കൊമ്പും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശത്തിന്റെ സർട്ടിഫിക്കറ്റും അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ മലയാറ്റൂർ DFOയ്ക്ക് മോഹൻലാൽ കൈമാറിയിരിക്കുന്നത്. ഇന്നലെ മലയാറ്റൂർ DFO മോഹൻലാലിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഈ ആനക്കൊമ്പിന്റെ അടക്കമുള്ള കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ റിപ്പോർട്ട് ചീഫ് വൈൽഡ് വാർഡന് കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും മോഹൻലാലിന്റെ ഈ മറുപടി, ഈ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിലെല്ലാം തൃപ്തികരമാണെങ്കിൽ ഈ പൊതുമാപ്പിൽ ഉപയോഗിച്ചതിന് ശേഷം ഒരു നിയമപരിരക്ഷ, അതായത് ഇനി മോഹൻലാലിന് ഇത് കൈവശം വെക്കാൻ കഴിയുമോ, കൈവശം വെച്ചാലും തുടർ നടപടികളിലോ നിയമ നടപടികളിൽ നിന്നൊക്കെ മോഹൻലാലിന് ഒരു പരിരക്ഷ ലഭിച്ചേക്കും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്കാണ് നിലവിൽ കടക്കുന്നത്. എന്തായാലും മോഹൻലാൽ പറയുന്നത് ഇത് ചരിഞ്ഞ ഒരു ആനയുടെ കൊമ്പ് ഉപയോഗിച്ച് തീർത്ത കരകൗശല വസ്തുക്കളാണ്. അത് തന്റെ സുഹൃത്താണ് തനിക്ക് ഇത് കൈമാറിയത്, അല്ലാതെ താൻ അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, ഒരു സമ്മാനമായി ലഭിച്ചതാണ്. ഇത് പണം കൊടുത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് വന്യജീവി സംരക്ഷണ വകുപ്പ് പ്രകാരം പറയുന്നത്. അപ്പോൾ തനിക്കത് സമ്മാനമായി കിട്ടിയതാണ്, അല്ലാതെ പണം കൊടുത്ത് വാങ്ങിയതല്ല എന്നൊരു വിശദീകരണമാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടാണ് മലയാറ്റൂർ DFO മടങ്ങിയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും. ശരി, തുടർ നടപടികളിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 2011 ആണ്, ഈ ഡിസംബർ 21-ാം തീയതിയാണ് ഈ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും 2 ജോഡി ആനക്കൊമ്പ് കണ്ടെത്തുന്നത്. അപ്പോൾ മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നീടുള്ള വാർത്താ കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നമുക്ക് കണ്ടതാണ്. ഏകദേശം 15 വർഷങ്ങൾ പിന്നിടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഇത് തിരിച്ചേൽപ്പിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങൾ കൈമാറുകയും ചെയ്തത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാക്കി നടപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.